നമസ്കാരം. നമുക്കൊരു കഥ കേട്ടാലോ? ഈ കഥയുടെ പേരാണ് ഫൂൽ ദേ ഉത്സവം. ഈ കഥ നടക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അവിടെ കുട്ടികളെല്ലാവരും വളരെ ഉത്സാഹത്തിലാണ്. കാരണം എന്താണെന്നറിയാമോ? പിറ്റേ ദിവസം അവരുടെ ഗ്രാമത്തിൽ ഫൂൽ ദേ ഉത്സവം നടക്കാൻ പോവുകയാണ്. ഈ ഫൂൽ ദേ ഉത്സവം എന്ന് കേട്ടാൽ തന്നെ ആ കുട്ടികളെല്ലാം വളരെ ഹരമാണ്. അങ്ങനെ അവർ സ്കൂളിൽ നിന്നെത്തി ബാഗ് വലിച്ചെറിഞ്ഞ് പൂക്കൾ പറിക്കാനായി ഓടുകയാണ്. കുറച്ച് കുട്ടികളാണെങ്കിൽ ഫൂൽ ദേ മരത്തിൽ വലിഞ്ഞു കയറി പൂക്കളെല്ലാം തല്ലി താഴെയിട്ടു. മറ്റു ചിലരാകട്ടെ പൂക്കളെ വേദനിപ്പിക്കാതെ അവരുടെ കുഞ്ഞിളം കൈകളിൽ പൂക്കൾ നുള്ളിയെടുത്ത് പൂക്കുട്ടയിലിട്ടു. കുട്ടികളെല്ലാവരും പൂക്കൾ പറിക്കാനുള്ള മത്സരവട്ടത്തിലായിരുന്നു. അങ്ങനെ പൂക്കളെല്ലാം പറിച്ച് അവർ സന്ധ്യയോടുകൂടി വീട്ടിലെത്തി. പറിച്ച പൂക്കളെല്ലാം ഭദ്രമായി ഒതുക്കി വെച്ചു. എന്നാൽ അതിൽ ജൂലിയൻ എന്നൊരു കൊച്ചുമിടിക്ക് അവൾ പറിച്ച പൂക്കളിൽ നിന്ന് കുറച്ചെടുത്ത് അവളുടെ പുസ്തകത്താളിൽ ഒതുക്കി വെച്ചു. പുസ്തകത്താളിൽ ഒതുക്കി വെച്ച ആരും കാണില്ലല്ലോ. അങ്ങനെ അന്നേ ദിവസത്തെ വിശേഷങ്ങൾ ജൂലിയനെ തൻ്റെ മുത്തച്ഛനോട് പങ്കുവെക്കുകയാണ്. മുത്തച്ഛ, നമ്മുടെ എൽസല്ലേ, അവളുടെ കാലിലെ ഒരു കൊച്ചു കൊളായിട്ട് അടിച്ചു. അവളാണെങ്കിൽ പേടിച്ചു. എന്നിട്ട് മോളെന്ത് ചെയ്തു? ഞാനാണെങ്കിൽ നമ്മുടെ രംഭ ആൻറ്റിയിൽ നിന്ന് കുറച്ച് ഉപ്പ് വാങ്ങിച്ച് അവിടെ കാലിലിട്ട് കൊടുത്തു. അതോടെ കൊളായിട്ട് പോയി. ജൂലിയനെ മറുപടി പറഞ്ഞു. അങ്ങനെ മുത്തച്ഛനും കൊച്ചുമോളും കൂടി അന്നത്തെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കുകയായിരുന്നു. അങ്ങനെ ഉറങ്ങുന്നതിന് മുമ്പ് ജൂലിയന് അവളുടെ ഡയറി എഴുതി. കൂടാതെ മാതാപിതാക്കൾക്ക് വേണ്ടി ആ മുറിയുടെ അരണ്ട വെളിച്ചത്തിൽ നിന്നും അവളൊരു കൊച്ചു കത്തും എഴുതി ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേ ദിവസം ഫുൾ ഡേ ഉത്സവമാണ് കേട്ടോ. അങ്ങനെ ജൂലിയന് അവളുടെ കൂട്ടുകാരും കൂടെ ആ ഗ്രാമത്തിലെ വീടുകൾ തോറും ഓടിക്കയറി അവിടുത്തെ വരാന്തകളെല്ലാം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. പ്രത്യുപകാരമായി വീട്ടുകാർ അവർക്ക് ശർക്കരയും ഡാല് നൽകി. കിട്ടിയ ശർക്കരയും ഡാലിനേക്കാളും അവരുടെ മനസ്സിനെ കുളിരണിയിച്ചത് വീട്ടുകാരുടെ സന്തോഷമായിരുന്നു. അങ്ങനെ കുട്ടികളുടെ മാത്രമായ ആ ഉത്സവത്തിൽ മുതിർന്നവരും പങ്കുചേരുന്നു. അങ്ങനെ ഉത്സവങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ജൂലിയനെ കാണുന്നത് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന അവിടെ മുത്തച്ഛനായിരുന്നു. മുത്തച്ഛൻ്റെ കയ്യിൽ ഒരു കത്തുമുണ്ടായിരുന്നു. ആ കത്ത് വായിച്ചു മുത്തച്ഛൻ ആകെ വിഷമിച്ചു നിൽക്കുകയായിരുന്നു. ജൂലിയൻ ആ കത്തെടുത്ത് വായിച്ചു. ആ കത്തിലെ വാചകങ്ങൾ ജൂലിയനയുടെ കണ്ണീരണിയിച്ചു. അതിലെഴുതിയിരുന്നത് ജൂലിയനയുടെ മാതാപിതാക്കൾ ഉടനെ വിദേശത്ത് നിന്ന് വരുമെന്നും അവളുടെ വിദേശത്തേക്ക് പറിച്ചു നടന്നെന്നായിരുന്നു. അവളുടെ മാതാപിതാക്കൾ അതിനോടകം തന്നെ അവിടുത്തെ ഒരു മുന്തിയ സ്കൂളിൽ അഡ്മിഷൻ ഉറപ്പാക്കിയിരുന്നു. ഉടനെ വൈകാതെ തന്നെ ആ നാളുകളെല്ലാം കഴിഞ്ഞു പോയി. ജൂലിയനയുടെ മാതാപിതാക്കൾ വിദേശത്തു നിന്നും പറന്നെത്തി. ജൂലിയൻ എന്നാൽ അവളുടെ മാതാപിതാക്കളോടൊപ്പം പോകാൻ ഒരുക്കമല്ലായിരുന്നു. കാരണം ജനിച്ച് ഓർമ്മ വച്ച നാൾ മുതലേ അവൾ ഈ ഗ്രാമത്തിലെ സന്തതിയാണ്. ഈ ഗ്രാമമാണ് അവൾക്കെല്ലാം. മുത്തച്ഛ, എനിക്ക് മുത്തച്ഛനെ വിട്ടു പോകണ്ട, എനിക്ക് ആരെയും വിട്ടു പോകണ്ട, ഞാൻ അവിടെ നിന്ന് പോവില്ല. ജൂലിയനെ കരച്ചിലോടെ അവളുടെ കുഞ്ഞിളവായിൽ നിന്നും പറഞ്ഞു. മോളെ, നീ എന്നായിരുന്നാലും പോവേണ്ടതല്ലേ? മുത്തച്ഛന് തിരിച്ചു മറുപടി പറഞ്ഞു. അങ്ങനെ ജൂലിയാനയുടെ മുത്തച്ഛൻ്റെ വിഷമത്തിൽ ആ ഗ്രാമവാസികളും പങ്കുചേർന്നു. എല്ലാവരും കൂടെ ജൂലിയാനെ യാത്രയാക്കി. അങ്ങനെ ഫ്ലൈറ്റിലിരുന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ജൂലിയാന ഒരു നീണ്ട നിദ്രയിലേക്ക് വീണു. അവളുടെ കയ്യിലിരുന്ന ഡയറിയിൽ ഫൂൽ ഡേ ഉത്സവത്തിന് അവർ പറിച്ചു വെച്ച കൊച്ചു പൂക്കളും ഇരുന്നു. അതെല്ലാം ചലനമേറ്റ് ഉണങ്ങിക്കരിഞ്ഞിരിക്കുകയായിരുന്നു. അതേസമയം തന്നെ മുത്തച്ഛനും ആകെ വയ്യാതായിരുന്നു. ജൂലിയനയുടെ ആ പോക്ക് മുത്തച്ഛൻ്റെ മനസ്സിനും തളർച്ച ഉണ്ടാക്കി. അന്നാദ്യമായി മുത്തച്ഛന് ഒരു തളർച്ച അനുഭവപ്പെട്ടു. മുത്തച്ഛന് നീണ്ട നിദ്രയിലേക്ക് വീണ്ടു. രണ്ടുപേരും അവരുടെ കഴിഞ്ഞുപോയ സുവർണകാലങ്ങൾ ഓർത്തു കൊണ്ടിരുന്നു. ഈ കഥയിലൂടെ നമുക്ക് ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് പറിച്ചു നടന്ന ഒരു കൊച്ചു ബാലികയുടെ കഥയാണ് കേൾക്കാൻ പറ്റുന്നത്. കൂടാതെ അവിടെ മുത്തച്ഛൻ്റെ സ്നേഹവാത്സല്യങ്ങളും അവരുടെ ആ ഗ്രാമത്തിലെ ഒരു ഒത്തൊരുമയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതോടെ ഈ കഥ ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.